ഇപ്പോൾ വനം മന്ത്രി എ.കെ. ശശീന്ദ്രന്റെ രാജി ആവശ്യപ്പെട്ട് നിലമ്പൂരിൽ യു.ഡി.എഫിന്റെ പ്രതിഷേധം നടക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. അതിനിന്ദ്യമായ രീതിയിൽ രാഷ്ട്രീയവൽക്കരിച്ച കേരളത്തിന്റെ വനം മന്ത്രി മാപ്പ് പറഞ്ഞ് രാജിവെക്കും വരെ ഈ പോരാട്ടവുമായി യു.ഡി.എഫ് പ്രവർത്തകരും യു.ഡി.വൈ.എഫിന്റെ പ്രവർത്തകരും മുന്നോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധ സമരത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ഇവിടെ ബഹുമാനായിട്ടുള്ള പെരിന്തൽമണ്ണ എം.എൽ.എ. നജീബ് കാന്തപുരം വന്നിട്ടുണ്ട്. അദ്ദേഹം തുറന്ന് സംസാരിക്കും. ഈ ഒരു സമരഘട്ടത്തിൽ നമുക്ക് ബോധ്യമാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയമുണ്ട്. ഇടതുപക്ഷ സർക്കാർ എന്ത് നിലപാടാണ് ഈ നാട്ടിലെ ഒരു ദുരന്തത്തോട് പോലും പുലർത്തുന്നത് എന്നുള്ളതാണ്. ബഹുമാന്യനായ മന്ത്രിയോട് ഇന്ന് മാധ്യമപ്രവർത്തകർ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പ്രതികരണം നമ്മളെയെല്ലാം അത്ഭുതപ്പെടുത്തുന്നതാണ്. അനന്തു എന്ന് പറയുന്ന ഒരു കുഞ്ഞുമോൻ മരിച്ചു കിടക്കുമ്പോൾ ആ വേദനയിൽ ഈ നാട് മുഴുവനും വളരെ നെഞ്ചുരുകി ആ മൃതദേഹത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ മറ്റൊരിടത്ത് മന്ത്രി പറയുന്നത് ഞാൻ എന്തിന് നിലമ്പൂരിലേക്ക് പോകണമെന്നാണ്. നിലമ്പൂരിലേക്ക് എന്തിനാണ് പോകേണ്ടത് എന്ന് പോലും ചിന്തിക്കാൻ കഴിവില്ലാത്ത ഒരു മന്ത്രിയെയാണ് വനം വകുപ്പ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്നത് അപമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. നിലമ്പൂരിൻ്റെ രാഷ്ട്രീയം ശ്രീ സന്ദീപ് വാര്യർ ഇവിടെ പറഞ്ഞ പോലെ വളരെ പ്രകടവും കൃത്യവുമായിരിക്കുകയാണ്. ഞങ്ങളൊരു രാഷ്ട്രീയ യുദ്ധമാണ് നയിക്കുന്നത്. ആ വനമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് നിലമ്പൂരിൽ യു.ഡി.എഫിന്റെ പ്രതിഷേധം നടക്കുകയാണ്. നജീബ് കാന്തപുരം പെരിന്തൽമണ്ണ എം.എൽ.എ. സംസാരിക്കുകയാണ്. നേരത്തെ സന്ദീപ് വാര്യർ സംസാരിക്കുകയായിരുന്നു. എ.കെ. ശശീന്ദ്രന്റെ കോലം ഉൾപ്പെടെ അവിടെ ചുമന്നുകൊണ്ടുപോയി അത് കത്തിച്ചിരിക്കുകയാണ് ഇപ്പോൾ യു.ഡി.എഫ് യു.ഡി.വൈ.എഫ് പ്രവർത്തകർ.